നമ്മുടെ ഡിഫൻഡറിന്റെ വീഡിയോയിൽ കാർ കമ്പനീസ് എല്ലാവരും കൂടെ ചേർന്ന് ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് അന്നൊരു ആരോപണമായിരുന്നെങ്കിൽ ഇന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. മെയ് 30 ഇക്കണോമിക് ടൈംസ് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. അതിലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീക്ക് ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഇവർ ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുള്ള സോളിഡ് പ്രൂഫ്. നമുക്കറിയാം ഡൽഹിയിൽ എയർ പൊല്യൂഷൻ വളരെ കൂടുതലാണ്. ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് ബോഡി തന്നെയുണ്ട്, കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ NCR ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ്. ഇതിന്റെ ഹെഡ് ഒരു IAS ഓഫീസറും കൂടിയാണ്. ഡൽഹിയിലെ ഈ ഹൈ വെഹിക്കിൾ ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഈ പൊല്യൂഷൻ കൺസിഡർ ചെയ്തിട്ട് മെയ് 2 അവർ നല്ലൊരു റെക്കമെൻഡേഷൻ മുമ്പോട്ട് വെച്ചു. അതായത് സ്ട്രോങ് ഹൈബ്രിഡ്സിനെ ക്ലീനർ വെഹിക്കിൾസ് എന്ന കാറ്റഗറിയിൽ പെടുത്തി ഗവൺമെന്റ് ഫ്ലീറ്റിൽ ആഡ് ചെയ്യാന്നുള്ളതായിരുന്നു ആ റെക്കമെൻഡേഷൻ. അത് വളരെ നല്ല തീരുമാനമാണ്. ഹൈബ്രിഡ്സ് വന്നാൽ എഫിഷ്യൻസി കൂടും. എന്തുകൊണ്ടും ഡീസൽ പെട്രോൾ കാറുകളെക്കാൾ നല്ലതാണ് സ്ട്രോങ് ഹൈബ്രിഡ്സിനെ കൺസിഡർ ചെയ്യാന്നുള്ളത്. ഇത്രയും നാളും അത് സംഭവിച്ചിട്ടില്ല. ഒരിക്കലും ഹൈബ്രിഡിനെ എല്ലാവരും ഒന്ന് മാറ്റി നിർത്തിയുള്ളതാണ് ചരിത്രം. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. മെയ് 15 ആയപ്പോഴത്തേക്കും മഹീന്ദ്ര ഇവർക്ക് ഒരു ലെറ്റർ കൊടുത്തു. ആ ലെറ്ററിൽ പറഞ്ഞതാണ്, അവർ പ്ലീ ഇസ് ഫോർ ഗവൺമെന്റ് പോളിസി ആൻഡ് ഇൻസെന്റിവ്സ് ടു സ്റ്റേ ഫേംലി ഫോക്കസ്ഡ് ഓൺലി ഓൺ EVs. അതായത് ഹൈബ്രിഡ് ഒന്നും വേണ്ട, EV മാത്രം മതിയെന്ന്. എങ്ങനെയുണ്ട്? പക്ഷെ ഈ കാര്യത്തിൽ മഹീന്ദ്ര മാത്രമല്ല, ടാറ്റ ലെറ്റർ കൊടുത്തു, MG ലെറ്റർ കൊടുത്തു, ഹ്യുണ്ടായി ലെറ്റർ കൊടുത്തു, കിയ ലെറ്റർ കൊടുത്തു. എല്ലാവരും ഗ്രീൻ ടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ? പക്ഷെ ഇൻ റിയാലിറ്റി ഹൈബ്രിഡിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും എല്ലാവരും അതിനെ എതിർത്തു. ഹൈബ്രിഡ്സിനെ ഗവൺമെന്റ് ഫ്ലീറ്റിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. കാരണം ഇന്ത്യയിലെ ആകെ മൊത്തം ഏകദേശം 8.5 ലക്ഷം ഗവൺമെന്റ് ഫ്ലീറ്റ് കാറുകൾ ഉണ്ട്. അതിൽ 5000 കാറുകൾ മാത്രമേ EV-കളായിട്ടുള്ളൂ. അതായത് ലെസ് ദൻ 1%. പക്ഷേ EV-കളെ ഫുൾ ഫ്ലീറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല. കാരണം ഗവൺമെന്റ് ഏജൻസീസ് പറഞ്ഞാൽ മിക്കതും ഇന്ത്യയിലെ റൂറൽ ബെൽറ്റിൽ ആണ് കൂടുതലും പ്ലൈ ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ അവർക്ക് കൂടുതൽ ഓട്ടോ ഓടേണ്ടി വരും. അവിടെ ഇലക്ട്രിസിറ്റി സ്റ്റേബിൾ ആവണം നിർബന്ധമില്ല. അവിടെ ഈ പറഞ്ഞ പോലെ നോർമലി ഹൈവേ തന്നെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആയി വരുന്നേ ഉള്ളൂ. സോ ഒരിക്കലും ഇന്ത്യയില് കംപ്ലീറ്റ് EV ഫ്ലീറ്റ് നമ്മുടെ ഗവൺമെന്റ് ഫ്ലീറ്റിൽ വരാന്നുള്ള പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ താരതമ്യേന urban സെറ്റിംഗ് ആയിട്ടുള്ള കേരളത്തിൽ പോലും നമ്മുടെ MVD ടാറ്റ നെക്സോൺ വെച്ച് കഷ്ടപ്പെട്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. ഒരിക്കലും പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല. എന്നാൽ നമുക്ക് ഈ കാർ മാനുഫാക്ചറേഴ്സിനെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. ഇതിൽ ടാറ്റയുടെ ലെറ്റർ വായിച്ച് നമുക്ക് ചെറുതായിട്ട് ചിരി വരും. അതായത് ഒരു ഭീഷണി കലർന്ന ഒരു അപേക്ഷ ലെറ്ററിലുണ്ട്. ദ ലാക്ക് ഓഫ് കൺസിസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ പോളിസി എൻവയോൺമെന്റ് മേ ഡിറ്റർ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് particularly in high capex technology intensive sectors like EV. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത് എന്നുള്ള ഭീഷണിയും എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ എന്നുള്ള വളരെ വിനീതമായിട്ടുള്ള അപേക്ഷയാണ് ഈ ലൈൻസിലുള്ളത്. കാരണം ടാറ്റയെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ടാറ്റ ഓൾമോസ്റ്റ് $1 ബില്യൺ ആണ് TPG ക്യാപിറ്റലിൽ നിന്ന് പ്രൈവറ്റ് ഇക്വിറ്റി വഴി റേസ് ചെയ്തേക്കുന്നത് EV ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ടാറ്റയും മഹീന്ദ്രയും നമുക്ക് കംപ്ലീറ്റ്ലി കളിയാക്കാനോ ബ്ലെയിം ചെയ്യാനോ പറ്റില്ല. കാരണം ഇത്രയും നാളും ഇന്ത്യ ഗവൺമെന്റ് EV മാത്രം പുഷ് ചെയ്തിരുന്നത്. അതിന്റെ ബേസിലാണ് അവർ ഇത്രയും ഭീമമായ തുക EV-യിൽ ഇൻവെസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരുപാട് EVs ഇന്ത്യയിൽ അവർ ഇറക്കിയത്. ഇതെല്ലാം കഴിഞ്ഞ് ചൈനയുടെ ത്രെറ്റ് വന്ന പോയിന്റിലാണ് ഗവൺമെന്റ് റിയലൈസ് ചെയ്തത്, ഇനിയിപ്പോ ഹൈബ്രിഡ്സും കൂടി ആവാം എന്നുള്ള രീതിയിൽ. നാച്ചുറലി അവർക്ക് ദേഷ്യം വന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. എന്തെങ്കിലും ഒരു ചലഞ്ച് വരുന്ന പോയിന്റിലെ ഗവൺമെന്റ് ബോധം ഉണ്ടാവുള്ളൂ, ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ മാനുഫാക്ചറേഴ്സിന് അത് മുമ്പേ അറിയാം ഹൈബ്രിഡ് ആണ് ഫ്യൂച്ചർ എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിലെ കാര്യങ്ങൾ അങ്ങനെയല്ലേ. എന്തായാലും ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ സൈജു കുറുപ്പിനെ പോലെ ഒരു മൂലക്കിലേക്ക് മാറി എന്ന് ചിരിക്കുന്ന രണ്ടുപേരുണ്ട്, മാരുതിയും ടൊയോട്ടയും. നമുക്കറിയാമല്ലോ, അവർ കാര്യമായിട്ട് EV-യിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഹൈബ്രിഡിൽ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവര് കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കണ്ട് ഈ ഒരു പോയിന്റിൽ എത്തും എന്നുള്ള കാര്യം ഒരുപക്ഷെ അവർക്ക് നേരത്തെ അറിയായിരിക്കാം. ടൊയോട്ടയുടെ ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് റീസെന്റ് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർക്കാ പറഞ്ഞത്. അതിൽ ടൊയോട്ടയ്ക്ക് റൂൾ തന്നെയുണ്ട്, 1690 റൂൾ. അതായത് ഒരു EV ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഉപയോഗിച്ച് 6 പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഉണ്ടാക്കാം. അതേസമയം അതേ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് 90 ഹൈബ്രിഡ് കാറുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. ഇവിടെ കുമ്പിടിയുടെ എൻട്രി. രാവിലെ ചുട്ട കോടിയെ പറത്ത വൈകുന്നേരം അതിനെ പിടിച്ച് തിന്ന. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ടാറ്റ ഹാരിയർ EV ലോഞ്ച് ചെയ്ത പിന്നെ എല്ലാ മീഡിയയുടെയും കസ്റ്റമേഴ്സിന്റെ ശ്രദ്ധ മൊത്തം ടാറ്റയുടെ മുകളിലേക്ക്. മഹീന്ദ്ര സാധാരണ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഹൈപ്പ് ഉണ്ടാവുമെങ്കിലും ഒരു ഹൈപ്പ് ഇല്ലാണ്ട് വന്ന ഹാരിയർ EV ആണ് അതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ കിട്ടിയത്. ആൻഡ് അൺഒഫീഷ്യൽ സോഴ്സുകൾ പ്രകാരം നല്ല രീതിയിൽ ബുക്കിംഗ് ക്യാൻസലേഷൻ നടക്കുന്നുണ്ട്. കാരണം അത്ര എക്സൈറ്റഡ് ആണ് ഈ ഹാരിയർ EVക്ക് വേണ്ടി ആൾക്കാർ. പക്ഷെ വണ്ടി ലോഞ്ച് ചെയ്താൽ അറിയാം റിയലിസ്റ്റിക്കലി എത്ര കൺവേർട്ട് ആവുന്നുള്ളത്. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു മഹീന്ദ്ര കുറച്ചൊന്ന് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ 1 2 അല്ല 4 വണ്ടി അവർ ലീക്ക് ചെയ്തേക്കണേ. പെട്ടെന്ന് ലീക്കാണ്. ആദ്യം ഥാറിന്റെ 3 ഡോർ അവർ ലീക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് ശ്രദ്ധ പിടിച്ചു പറ്റി. അത് കഴിഞ്ഞ് XUV 700ന്റെ ഫേസ് ലിഫ്റ്റിന്റെ ഒരു ലീക്ക് വേർഷൻ അവർ ലീക്ക് ചെയ്തു. അതിനകത്ത് ട്രിപ്പിൾ സ്ക്രീനൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊന്നും ഇതെല്ലാം ഒരു 1 വീക്കിന്റെ ഗ്യാപ്പിലാന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞ് മറ്റേ മഹീന്ദ്രയുടെ BE6 റാലി എന്ന് പറഞ്ഞൊരു വേർഷൻ വരുന്നുണ്ട്. അതിന്റെ ഒരു ലീക്ഡ് ഫോട്ടോ പിന്നെ വന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഏറ്റവും വലിയ ലീക്ക്, ഈ പറഞ്ഞ പുതിയ ബൊലേറോ എന്ന് പറയപ്പെടുന്ന ആ വണ്ടി, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വണ്ടി. സോ ലീക്കാണ്. പക്ഷെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഇതല്ല. മഹീന്ദ്ര അനൗൺസ് ചെയ്തു, മഹീന്ദ്ര ഇസ് ഗോയിങ് ഹൈബ്രിഡ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 1 മാസമായിട്ടില്ല ഹൈബ്രിഡിനെതിരെ കത്ത് കൊടുത്തിട്ട്. അതാ ഞാൻ പറഞ്ഞ കുമ്പിടി എന്ന് പറഞ്ഞത്.
അവിടെ പോയി എന്ന് പറയും ഇവിടെ നേരം ചെയ്യും. ഇതേ മഹീന്ദ്രയ്ക്ക് മനസ്സിലായി ഇഫ് യു കാൻ ബീറ്റ് ദം ജോയിൻ ദം. ആൻഡ് ഇവര് ഓട്ടോക്കാർ വഴിയാണ് ഈ ന്യൂസ് ലീക്ക് ചെയ്തത്. അതിലവർ പറയുന്നത് വെച്ചാൽ XEVയും BE6 ഒക്കെ ഹൈബ്രിഡ് ആകാൻ പോകുന്ന, അതായത് ബോൺ EV വണ്ടികളെ ഒരു ഹൈബ്രിഡായി കൺവേർട്ട് ചെയ്യാൻ പോകുന്നതാണ് ഓട്ടോക്കാർ ക്ലെയിം ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലാവുള്ള എന്താ അതിന്റെ യുക്തി എന്നുള്ളത്. പക്ഷേ ഐ ഡോണ്ട് നോ, മഹീന്ദ്രയ്ക്ക് അതിൻ്റെതായ ലോജിക് ഉണ്ടാവുമായിരിക്കും. മേ ബി കുറച്ചുകൂടെ ബെറ്റർ ഇന്റഗ്രേഷൻ കിട്ടുമായിരിക്കും. പിന്നെ ഓട്ടോക്കാരായിട്ട് മുഴുവൻ വിഴുങ്ങിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം മുഴുവൻ ഫോർഡും എൻഡവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോണു, റീലോഞ്ച് ചെയ്യാൻ പോണു എന്നൊക്കെ പറഞ്ഞ മാർട്ടീസാണ്. ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. അതുകൊണ്ട് അത് മൊത്തത്തിലെ വിലയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു ഗ്ലോബൽ ഫിനോമിനാണ്. ലോകത്തിലെ പല കാർ കമ്പനികളും അവരുടെ EV പ്ലാൻസ് ഇപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് മാർക്കറ്റിൽ വലിയ തിരിച്ചടിയാണ് കിട്ടുന്നത്. അവരുടെ ഒറിജിനൽ കസ്റ്റമേഴ്സിനെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു, എന്നാൽ പുതിയ കസ്റ്റമേഴ്സിനെ കാര്യമായിട്ട് അവർക്ക് കിട്ടിയതുമില്ല. അങ്ങനെ പലവരും അവരുടെ EV ഓൺലി പ്ലാനെ ബാക്ക് ട്രാക്ക് ചെയ്ത് പതുക്കെ ഹൈബ്രിഡും ഐസ് എഞ്ചിൻസും കണ്ടിന്യൂ ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഡോഡ്ജ് ആയാലും ഓഡി ആയാലും എല്ലാവരും ആ പാത്തിലാണ്. അവിടെയാണ് ഈ പുതിയ വണ്ടിയുടെ റെലവൻസ്. മഹീന്ദ്ര ഡെവലപ്പ് ചെയ്യുന്ന ഈ പുതിയ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ അതിന്റെ റെലവൻസ് ഉള്ളത് ഇന്റർനാഷണൽ മാർക്കറ്റിലാണ്. സോ ഇത് ഒരു ഹൈബ്രിഡ് ആയിരിക്കും. മിക്കവാറും 1.5 ലിറ്റർ ഹൈബ്രിഡ് ആവാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കിയത്. ഇത് ഞാൻ ഏകദേശം ഉറപ്പിച്ച് പറയാൻ കാരണം ഈ പുതിയതായി ഡെവലപ്പ് ചെയ്യുന്ന മോഡൽ മഹീന്ദ്രയ്ക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരിക്കലും ബൊലേറോന്റെ ഷാഡോയിൽ നിൽക്കുന്ന ഒരു വണ്ടി ആയിരിക്കില്ല. എൻറ്റയർലി ഡിഫറെന്റ് മോഡലായിട്ടായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ ഈ ന്യൂസ് ഓൾമോസ്റ്റ് ഉറപ്പിച്ച് പറയാൻ കാരണം ഇതിന്റെ സോഴ്സ് ആണ്. എൻഡർ കാർ സോസ്. ഇതൊരു ഓസ്ട്രേലിയൻ യൂട്യൂബ് ചാനലാണ്. അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അവരുടെ മഹീന്ദ്ര വീഡിയോസിന് നല്ല വ്യൂസും ആണ്. സോ അവര് മറ്റ് ഓസ്ട്രേലിയൻ മീഡിയയുടെ കൂടെ റീസെന്റ് മഹീന്ദ്രയുടെ ചെന്നൈ പ്ലാന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. മഹീന്ദ്ര എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട്. സോ ഇവരുടെ ക്ലെയിം പ്രകാരം അവർ ഈ വണ്ടിയെ ചെന്നൈ പ്ലാന്റിൽ കണ്ടു ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് അവർക്കുള്ള മഹീന്ദ്ര ഇൻസൈഡർ സോഴ്സ് വെച്ചിട്ട് അവർക്ക് കുറെ ഡീറ്റെയിൽസിനെ കുറിച്ച് കിട്ടി. അതിന്റെ ബേസിലാണ് അവർ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം പബ്ലിഷ് ചെയ്തത്. സോ ഈ വണ്ടി ഇന്ത്യയിൽ മിക്കവാറും താർ സ്പോർട്ട് എന്ന പേരിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ഓസ്ട്രേലിയയിൽ അതിന്റെ പേര് മിക്കവാറും സെഞ്ചൂറിയൻ എന്നായിരിക്കും. കാരണം സെഞ്ചൂറിയൻ എന്നുള്ള പേര് മഹീന്ദ്ര ഓസ്ട്രേലിയയിൽ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. കാരണം മഹീന്ദ്രയ്ക്ക് ഓസ്ട്രേലിയയിൽ താറ് വിൽക്കാൻ പറ്റില്ല, റോക്സും വിൽക്കാൻ പറ്റില്ല. എങ്ങാനും വിറ്റ് കഴിഞ്ഞാൽ ജീപ്പ് അവർ തലയും കൊണ്ട് പോകും. ഓസ്ട്രേലിയയിലെ മഹീന്ദ്രയും ജീപ്പും തമ്മിൽ വലിയൊരു കേസ് നടന്നിരുന്നു. അതിൽ ജീപ്പാണ് ജയിച്ചത്. ഈ ഒരു IP റൈറ്റ്സ്, ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രശ്നം കാരണം, ഈ റാംഗ്ലർ റോക്സ് ആയിട്ടുള്ള സാമ്യത്തിന്റെ പ്രശ്നം കാരണം. സോ അവർക്ക് റോക്സും താറോട് സെല് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ താർ എന്നുള്ള ആ നെയിം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അവർ വേറെ വർക്ക് അറൗണ്ട് ആയിട്ട് സെഞ്ചൂറിയൻ എന്നൊരു പേര് ട്രേഡ് മാർക്ക് ചെയ്തിട്ട് മിക്കവാറും അതിനായിരിക്കും വണ്ടിയുടെ പേര്. ഇതിൽ 3 എഞ്ചിൻ ഉണ്ടാവുന്ന പറയുന്നത്. ഒരു പെട്രോൾ, ഡീസൽ, നമ്മുടെ എംഹോക്കും എൻസ്റ്റാലിലും എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പുതിയ ഹൈബ്രിഡ് വേർഷൻ. ഇതാണ് എന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയാൻ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ. ഈ വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ മിക്കവാറും താറിന്റെയും റോക്സിന്റെയും ഇടയിൽ പൊസിഷൻ ചെയ്യാനുള്ള സാധ്യത, ഒരുപക്ഷെ ചിലപ്പോൾ അതിന്റെ മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു ബൊലേറോ റീപ്ലേസ്മെന്റ് അല്ല. ഇൻഫാക്ട് ബൊലേറോനെ അവർ റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. റൂറൽ ഇന്ത്യയിൽ മഹീന്ദ്രയ്ക്കുള്ള ഏറ്റവും വലിയ ഹിറ്റ് മെഷീനാണ് ബൊലേറോ. പണ്ടത്തെ ടാറ്റ സുമോ ആണ് ഇപ്പോഴത്തെ ബൊലേറോ. ഇൻഫാക്ട് ഈ റൂറൽ സ്ഥലങ്ങളിലെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ, ഒരു പവർ സ്ട്രക്ചറിൽ വരെ ബൊലേറോന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതായത് അവിടുത്തെ പവർ ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഈ എന്താ പറയുക ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളും കൂടിയാണ് ഈ ബൊലേറോ. ഈ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കുറെ റീൽസ് ഒക്കെ കാണാറില്ല, ഇത് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഓരോ സ്റ്റേജാണ്. ഒരു ദാത ആയി കഴിഞ്ഞാൽ ബൊലേറോ, അതിന്റെ മുകളിലേക്കുള്ള ആൾക്ക് സ്കോർപിയോ, അതിന്റെ മുകളിലേക്ക് ഫോർച്യൂണർ, അതിന്റെ ഏറ്റവും മുകളിൽ ഡിഫൻഡർ. അങ്ങനെ ഒരു പെക്കിംഗ് ഓർഡർ ഉണ്ട് അതിനകത്ത്. മിക്കവാറും ബ്ലാക്കോ വൈറ്റോ ആയിരിക്കും ഇവരുടെ കളർ. അതിന് വലിയ പുതുമയൊന്നുമില്ല. സോ ഇതാണ് ഇതിന്റെ ബേസിക് ഔട്ട്ലൈൻ. പിന്നെ ഡിസൈനിനെ കുറിച്ച് ഞാനൊന്നും പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. കാരണം എന്താ പറയേണ്ടത്, ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഫോർഡിന്റെ ബ്രോങ്കോ പോലെ ഉണ്ട്. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻഡർ ആണ്, ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ജിംനിയാണ്, മറ്റേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ G-Wagon ആണ്. അങ്ങനെ ആകെ മൊത്തം ഒരു അവിയല് പരിവം. ഞാനൊന്നും പറയല്ല, മഹീന്ദ്രയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും തരികട ഒപ്പിച്ച് കഴിഞ്ഞാൽ സമാധാനമുള്ളൂ എന്ന് തോന്നുന്നു. അവർക്ക് നല്ല ഒന്നാമതൊരു ഒരു ഇന്റേണൽ ഡിസൈൻ ടീം ഉള്ളതാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമെങ്കിൽ അവരുടെ തന്നെയാണ് പിനിൻഫെറീന ഫെറാറി ഡിസൈൻ ചെയ്ത കമ്പനിയാണ്. അതൊന്നും മഹീന്ദ്രയുടെ ഓണർഷിപ്പിലാണ്. അവർ ഇതിന് ഉഗ്രം വണ്ടി ഇറക്കിയല്ലേ, പിനിൻഫെറീന ബെറ്റിസ്റ്റ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ കാർ. ആൻഡ് അത് നല്ല ഒറിജിനൽ ഡിസൈൻ, നല്ല ഭംഗിയുള്ള ഒരു ഹൈപ്പർ കാർ, ഇലക്ട്രിക്. സോ ഡിസൈൻ ചെയ്യാൻ അറിയാണ്ടല്ല, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചില്ലെങ്കിൽ മഹീന്ദ്രയ്ക്ക് ഒരു സമാധാനമില്ല, അതൊരു ത്രില്ലില്ല എന്ന് പറയില്ലേ. സോ പിനിൻഫെറീന ഒരു പ്രാന്തൻ രാജാവിന് വേണ്ടിയിട്ട് ഒരു 800 കോടിയുടെ കാർ ഉണ്ടാക്കിയ കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് വീഡിയോ കാണാം. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഡ്രൈവ് സേഫ് ആൻഡ് സ്റ്റേ സേഫ്.